ഇവിടെ പിന്നാമ്പുറത്തുകൂടി പുറത്തേക്ക് കിടക്കാൻ വാതിൽ വല്ലതും ഉണ്ടോ? വാതിലെന്തിനാ സാറേ പിന്നാമ്പുറത്തുകൂടി? മുന്നിൽ കൂടെ ഉണ്ടല്ലോ വാതില്, പിന്നെ എന്തിനാ പിന്നാമ്പുറത്തെ വാതിൽ തിരക്കുന്നത്? അത് ഓടാനോ? എങ്ങോട്ട്? അത് അത് പിന്നെ എനിക്ക് വയറിന് നല്ല സുഖമില്ല, എനിക്ക് വയറുവേദനയാണ്. അപ്പോൾ ഈ ടോയ്ലറ്റിലൊക്കെ പോയിട്ടുണ്ടല്ലോ, ഈ മുന്നിൽ കൂടെ പോകുമ്പോൾ എനിക്കെന്തോ നാണക്കേട് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് പിന്നാമ്പുറത്തുകൂടി ഓടാൻ വേണ്ടിയിട്ടേ, ഓടി പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടേ. അത് സാറിൻ്റെ ഭാര്യയല്ലേ സാറേ മുൻവശത്തിരിക്കുന്നത്? അതവളവിടെ ഇരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ മനോഹർ ഇങ്ങനെ കിടന്നങ്ങ് ബബ്ബബ്ബ കളിക്കുകയാണ്. എന്തിനായിരിക്കും നമ്മുടെ മനോഹർ ഇങ്ങനെ ബബ്ബബ്ബ കളിക്കുന്നത്? മനോഹറിന് പരിചയമുള്ള ആരെങ്കിലും മനോഹർ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടാവോ? അതുകൊണ്ടായിരിക്കും മനോഹർ ഇങ്ങനെ ബബ്ബബ്ബ അടിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നിഷയോട് നമ്മുടെ മനോഹർ പറയാണ്, മോളു നമുക്ക് ബൈക്കിൽ പോയി ഒന്ന് ചുറ്റാം. അപ്പോൾ ഉടനെ നിഷ പറയണം, അതെന്താ റോണിയേട്ടാ, നമുക്ക് കാറിൽ പോയാൽ പോരെ? അയ്യോ മോളു, വിവാഹമൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ, പറ്റിച്ചേർന്നൊക്കെ പോകണമെങ്കിൽ ബൈക്ക് തന്നെയാണ് നല്ലത്. അതുകൊണ്ടേ നമുക്ക് ബൈക്കിൽ പോയാൽ മതി, എല്ലാം റോണിയേട്ടൻ്റെ ഇഷ്ടം പോലെ എന്ന് പറയുകയാണ് നമ്മുടെ നിഷ പറയുകയാണ്. എന്നിട്ട് എന്നാൽ മോള് പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ. അങ്ങനെ നമ്മുടെ മോള് റെഡിയാവാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോണി ചിന്തിക്കുകയാണ്, റോണിയല്ല നമ്മുടെ മനോഹർ, പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ്, എന്തായാലും സരയുവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറ്റിയ അബദ്ധം ഇവളുടെ കാര്യത്തിലെങ്കിലും പറ്റരുത്. കയ്യിൽ കിട്ടുന്ന സ്വത്തും പണങ്ങളെല്ലാം അടിച്ചു മാറ്റിയിട്ട് സമയത്ത് തന്നെ ഇവിടുന്ന് മുങ്ങണം. ഇനി ഒരു രക്ഷ, ഇനി ഒരിക്കൽ എനിക്ക് സരയുവിൻ്റെ കാര്യത്തിൽ പറ്റിയ അബദ്ധം എനിക്കിനി വേറൊരിടത്തുനിന്ന് പറ്റാനേ പാടില്ല എന്നിങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ കിരണും കല്യാണിയും ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അങ്ങനെ അതായത് കല്യാണി പോകുന്നതിൻ്റെ, ഡൽഹിയിൽ സ്വീകരണത്തിനായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു വിഷമമൊക്കെ ഉണ്ട് രണ്ടാക്കുമല്ല, ശരിക്കും അത് കല്യാണിക്കാണുള്ളത്. അങ്ങനെ അവർ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ കല്യാണി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം കിരണിനോട് കല്യാണി പറയണം, ഞാൻ പോണോ കിരണേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, കല്യാണി നിൻ്റെ കണ്ണുകളൊക്കെ നനഞ്ഞിരിക്കുന്നല്ലോ, എന്തിനാ നീ കരഞ്ഞത്? ഏയ് കരഞ്ഞതല്ല കിരണേട്ടാ, സന്തോഷം കൊണ്ടിട്ടാണ്. ഞാൻ ഇത്രയും ദിവസം ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ കിരണേട്ടൻ്റെ അടുത്ത് നിന്ന്, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയണം, എൻ്റെ കല്യാണി, ഇതൊരു സന്തോഷമുള്ള കാര്യമില്ലേ? നിന്നെ കാണാതിരിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എന്നാലും അതൊന്നും അല്ലല്ലോ കാര്യം. നിനക്കൊരു അംഗീകാരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വലുതാണ് കല്യാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ പൂജാരി വരികയാണ്. പൂജാരി വന്നിട്ട് പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. പ്രസാദം കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ആഹാ കല്യാണിക്ക് അംഗീകാരം കിട്ടിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ എന്നിങ്ങനെ പറയണം. അപ്പോൾ കിരൺ പറയുകയാണ്, ഞാനത് തിരുമേനിയോട് അങ്ങോട്ട് പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും നല്ലത് തന്നെയാണ്. ഭഗവതി ഉണ്ടല്ലോ കല്യാണിയെ നിറഞ്ഞങ്ങ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാലേ, കല്യാണിയെ കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് നന്നായിട്ടറിയാം. പണ്ടൊക്കെ മോള് ക്ഷേത്രത്തിൽ വരുമ്പോഴുണ്ടല്ലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളായിരുന്നു. അമ്മയുടെ കഷ്ടപ്പാടുകളും വിഷമമൊക്കെ കണ്ടിട്ട് കല്യാണി മനസ്സ് അത്രയും വിഷമിച്ച ക്ഷേത്രത്തിലേക്ക് വരുന്നത്. എന്നിട്ട് അച്ഛൻ്റെ സ്നേഹവും കരുതലും തിരിച്ച് കിട്ടണേ, അമ്മയ്ക്ക് സമാധാനം കിട്ടണേ എന്നൊക്കെയായിരുന്നു ഈ കുട്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ മോളെ നിറഞ്ഞങ്ങ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പ്രതീക്ഷിക്കാത്തത്ര ഉയരങ്ങളിൽ എത്തിയല്ലോ. അതുമാത്രമല്ല, കിരണിനെ പോലെ നല്ലൊരു ഭർത്താവിനെ മോക്ക് കിട്ടിയില്ലേ, പിന്നെ എന്താ വേണ്ടത്? ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് വേണ്ടത്? മോളെ, നിനക്ക് ഇനിയും വച്ചടി കയറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിൻ്റെ ജീവിതത്തിൽ ഒരു താഴ്ചയും ഉണ്ടാവില്ല. പിന്നെ ഇവൾ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം കിരണിൻ്റെ ജീവിതത്തിലും എന്നും ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ പൂജാരി. അങ്ങനെ നമ്മുടെ പൂജാരിക്ക് രണ്ടാളും ദക്ഷിണയൊക്കെ 100ൻ്റെ നോട്ടൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പൂജാരി പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വന്നാലും എനിക്കും സന്തോഷം തന്നെയാണ്, ഇവിടെ ഇരിക്കുന്ന ഭഗവതിക്കും സന്തോഷം തന്നെയാണ്, അത്ര നല്ല മനസ്സിനുടമകളാണ് നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം രണ്ടാളും വരികയാണ്. അങ്ങനെ രണ്ടാളും നടന്നിങ്ങനെ വരികയാണ്.
പിന്നെ അവരവരുടെ വണ്ടിയിലൊക്കെ കയറിയിട്ട് രണ്ടുപേരും കൂടെ പോകാനായിട്ട് തുടങ്ങുകയാണ്. അതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോണിയും നമ്മുടെ നിഷയും കൂടി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നടന്നു വരികയാണ്. ബൈക്കിലാണ് പുള്ളിക്കാർ കയറാനായിട്ട് തുടങ്ങുകയാണ്. കയ്യിൽ കുറച്ച് കിറ്റുകളൊക്കെ ഉള്ളൂ, കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നിഷയോട് നമ്മുടെ മനോഹർ ചോദിക്കുകയാണ്, മോളു കുറച്ചുകൂടിയൊക്കെ ഡ്രസ്സുകൾ എടുക്കാമായിരുന്നു, ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിഷ പറയണ, അത് പിന്നീട് ഒരു സാഹചര്യത്തിൽ വന്ന് എടുത്താൽ പോരെ റോണിയേട്ടാ, പിന്നെ ഇതൊക്കെ മതി റോണിയേട്ടാ. മതി മോളൂ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇവിടെ കിടന്ന് ഈ ഡ്രസ്സൊക്കെ വാരി കൂട്ടിയിട്ട് വെറുതെ പൈസ കളയുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ അല്ലല്ലോ നിൽക്കുന്നത്, നമ്മളങ്ങ് അമേരിക്കയിലേക്ക് പോവില്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ മോളുവിൻ്റെ ഈ കൾച്ചറേ അങ്ങ് മാറും. ഇതുപോലുള്ള ഡ്രസ്സൊന്നും പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നോ, നിഷ പൊങ്ങി അങ്ങ് പോയി. ഇതുപോലുള്ള ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ അവിടുത്തെ കൾച്ചറിൻ്റെ രീതിയിലുള്ള ഡ്രസ്സുകളാണ് മോൾ ധരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്തുമാത്രം ഡ്രസ്സാണ് മോക്ക് കൊണ്ട് തരുന്നത്. മാത്രമല്ല, ഞാൻ മോക്ക് വേണ്ടിയിട്ടേ അവിടെ കുറേ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. നിഷയെ സോപ്പിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ നിഷ പറയണേ, എല്ലാം റോണിയേട്ടൻ്റെ ഇഷ്ടം പോലെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നിഷ. അങ്ങനെ നമ്മുടെ മനോഹർ പറയണത്, എങ്കിൽ നമുക്ക് പോകാൻ മോളൂ, കയറും മോളൂ. പിന്നെ പോകുന്ന വഴിയിലേ നമുക്ക് നല്ലൊരു മുന്തിയ ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നിഷ വണ്ടിയിൽ കയറുകയാണ്. റോണിയുടെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നിട്ട് അവരിങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കിരണും കല്യാണിയും തൊട്ടപ്പുറത്തോട്ട് അവരുടെ കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കിരൺ നോക്കിയിട്ട് പറയാണ്, കല്യാണി, അത് പോകുന്നത് മേഘനയുടെ അനിയത്തിയല്ലേ? അതെ കിരണേട്ടാ, അവൾ തന്നെയാണ്. ആഹാ, അവരെന്താ ഇവിടെ? അപ്പോൾ ഉടനെ തന്നെ കല്യാണി പറയണേ, എൻ്റെ കിരണേട്ടാ, അവരെ വിവാഹമൊക്കെ ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, അവർ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ടേ അടിച്ച് പൊളിക്കുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവർ അടിച്ചു പൊളിക്കുന്നുണ്ടെങ്കിലേ നമുക്കും അവരെ പിന്നാലെ ചെല്ലാം. അപ്പോൾ കല്യാണി നോക്കിയാണ്, അതെന്തിനാ കിരണേട്ടാ നമ്മൾ അവരുടെ പിന്നാലെ പോകുന്നത്? വെറുതെ പോവാം. അത് കിരണേട്ട ഇപ്പം തന്നെ നമുക്ക് സമയമില്ല, ഉള്ള സമയം തന്നെ ഇപ്പോൾ തികയുന്നില്ല ഒന്നിനും. പിന്നെ അതായത് കല്യാണി ഡൽഹിയിലേക്കൊക്കെ ഉള്ള യാത്രയ്ക്കൊക്കെ ആയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിയില്ലേ, അപ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തിനാണ് നമ്മൾ അവരുടെ പിന്നാലെ പോകുന്നത്? കിരണേട്ടന് എന്താ നിഷയുടെ ചെറുക്കനെ കാണാൻ ഇത്ര ആഗ്രഹമാണോ? അപ്പോൾ ഉടനെ കിരൺ പറയണ, അതല്ല കല്യാണി, എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. കിരണേട്ടൻ എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വച്ചിട്ടാണോ കിരണേട്ടൻ സംസാരിക്കുന്നത്? ഒന്നുമില്ല കല്യാണി, നമുക്ക് അവരുടെ പിന്നാലെ പോവാം. പയ്യൻ്റെ മുഖമൊന്ന് കല്യാണി കണ്ടില്ലെന്നല്ലേ പറയുന്നത്, അപ്പോൾ കാണുകയും കൂടി ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കിരൺ കാറ് നമ്മുടെ മനോഹറിൻ്റെ പിന്നാലെ വിട്ടു പോവുകയാണ്. മനോഹറും അങ്ങനെ വിട്ടു പോവുകയാണ്. അങ്ങനെ വിട്ടു പോയിട്ട് ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നത്. അപ്പോൾ നമ്മുടെ കിരണും ആദ്യം കാണിക്കുന്ന കിരണും നമ്മുടെ നിഷയും കൂടി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ മനോഹറും നിഷയും കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ പറയാണ്, മോളു സൂക്ഷിച്ച് മെല്ലെ ഇറങ്ങ് എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ മനോഹർ തലയിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റുന്നില്ല. അപ്പോൾ ഉടനെ നിഷ പറയാണ്, എന്താ റോണിയേട്ടാ ഇത്, ഹെൽമെറ്റ് എടുക്ക്. വേണ്ട മോളൂ, ഹെൽമെറ്റ് എപ്പോഴും തലയിൽ ഇരിക്കുന്നതാ നമുക്ക് സുരക്ഷിതത്വം. അതിനു വേണ്ടിയിട്ടല്ലേ ഈ ഹെൽമെറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ. എന്നാലും റോണിയേട്ടാ, അത് നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രം തലയിൽ ഇരുന്നാൽ പോരെ, അല്ലാതെ എപ്പോഴും എന്തിനാ ഈ തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് നടക്കുന്നത്? എൻ്റെ മോളു, നിനക്ക് വല്ലതും അറിയാമോ? ഇതാണെങ്കിലുണ്ടല്ലോ നല്ല ഒന്നാം തരം വില കൂടിയ ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് എടുത്ത് ഇവിടെ വച്ചിട്ട് അങ്ങനെ പോയാലുണ്ടല്ലോ, ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പെറ്റിയടിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ അടിച്ചുകൊണ്ട് പോവും. എത്ര രൂപയുടെ ഹെൽമെറ്റാണെന്ന് നിനക്കറിയാമോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഒട്ടനെ തന്നെ നമ്മുടെ നിഷ പറയണ, എന്നാലും റോണിയേട്ടാ, ഈ തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ട് കയറി പോകുന്നത് നാണക്കേടല്ലേ മറ്റുള്ളവർ കണ്ട? നോ 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 മോളു, നീ ഇന്ത്യൻ കൾച്ചറിൽ ജീവിച്ചത് കൊണ്ടാണ് നിനക്ക് ഇതൊക്കെ ഒരു വല്ലാതെ ഇത് തോന്നുന്നത്. ഞാൻ അമേരിക്കൻ കൾച്ചറിലല്ലേ ജീവിച്ചത്, അതുകൊണ്ട്
അതുകൊണ്ടേ അവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല, ഫുൾ ടൈം അവരുടെയൊക്കെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടാവും. ആണോ റോണിയേട്ടാ? അതേ മോളൂ, എപ്പോഴും തലയിൽ ഹെൽമെറ്റ് ഉണ്ടാവും. അവരവരുടെ സുരക്ഷിതത്വമല്ലേ. ദേ ഈ നാട്ടിലുള്ളവരാണ് ദേ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുന്നത്. അവിടെ ആരും എങ്ങോട്ട് പോയാലും ആരെയൊന്നും നോക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഉണ്ടല്ലോ നല്ല ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. ഇവിടുത്തെ കണക്ക് ആരെയും ചൂടുന്ന് നോക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഇതെൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ, മോളു വാ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കിരണും കല്യാണിയും അവരെ ഫോളോ ചെയ്ത് വന്നിട്ട് കാർ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കിരൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, നിഷയുടെ ഭർത്താവിനെ കണ്ടില്ലേ? അവൻ തലേന്ന് ഹെൽമെറ്റ് മാറ്റുന്നില്ലല്ലോ കിരണേട്ടാ. അപ്പോൾ ഉടനെ കിരൺ ചോദിക്കണം, അവൻ തലേന്ന് ഹെൽമെറ്റ് മാറ്റിയില്ലെങ്കിലും നിനക്ക് അവനെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? എനിക്കെന്ത് തോന്നായി? നീ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു ചായ അവന് ഉണ്ടോയെന്നൊന്ന് നോക്ക്, പരിചയമുള്ള ആരുമായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടോയെന്ന് നീ ഒന്ന് നോക്ക്. അപ്പോൾ ഉടനെ കല്യാണി ഇങ്ങനെ നോക്കുകയാണ്. കിരണേട്ടാ, അത് സരയുവിൻ്റെ ഭർത്താവ് മനോഹറാണോ അത്? അത് തന്നെ ഞാനും പറഞ്ഞത്. കല്യാണി, എനിക്ക് ഈ ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ ഫോളോ ചെയ്ത് വന്നത്. ഇപ്പം നിനക്ക് മനസ്സിലായോ? കല്യാണം കഴിഞ്ഞിപ്പോൾ മുഖം മറച്ചിട്ട് കല്യാണം കഴിച്ചത് എന്തിനാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കല്യാണി പറയാണ്, ഇപ്പം മനസ്സിലായ കിരണേട്ടാ, 80% അവൻ തന്നെയാണ്. എന്തായാലും ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. കൊള്ളാലോ വേ. അപ്പോൾ ഉടനെ കിരൺ പറയണ, കല്യാണി ഒരു കണക്കിനുണ്ടല്ലോ അവന് ഈ ഒരു കാര്യത്തിൽ നിഷയെ വിവാഹം കഴിച്ചതിലുണ്ടല്ലോ ഞാൻ ഒരു തെറ്റും പറയില്ല. കാരണം നിഷ ഇതൊക്കെ അർഹിക്കുന്നു. പാവം മേഘനയെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുള്ള ആളാ ഈ നിഷ. അപ്പോഴേ അവൾ ഇത്തിരിയൊക്കെ ഒന്ന് അനുഭവിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവളും ഇച്ചിരി ഒന്ന് പഠിക്കട്ടെ. ഞാനത് ഒരുപാട് ആഗ്രഹിച്ചതാണ്. പക്ഷേ ഇവൻ അവളുടെ ജീവിതത്തിലേക്ക് വന്ന് അവൾ പാഠം പഠിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും തെറ്റ് ആര് ചെയ്താലും അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ. പക്ഷേ ഈ മനോഹറിൻ്റെ രൂപത്തിൽ അവർക്ക് ശിക്ഷ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എന്തായാലും നീ വാ, നമുക്ക് അവരുടെ പിന്നാലെ പോവാം എന്ന് പറയുകയാണ്. എന്തായാലും അടുത്ത് ചെന്നിട്ട് ഒന്ന് നല്ലപോലെ കണ്ടിട്ട് നമുക്ക് സ്ഥിരീകരിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരൺ പറയുകയാണ്, കിരൺ കല്യാണിയും കൂടെ ഒക്കെ അറിയുന്നിറങ്ങുകയാണ്. അപ്പോൾ കിരൺ പറയുന്നത്, നമുക്ക് പതുക്കെ പോയാൽ മതി, അവൻ അവിടെ ചെന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കട്ടെ, അപ്പോൾ നമുക്ക് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ വരികയാണ്. അതേ സമയത്ത് നമ്മുടെ റോണി എന്ന പേരുള്ള നമ്മുടെ കള്ള മനോഹറും അതുപോലെ തന്നെ നമ്മുടെ നിഷയും കൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം മെനു കൊണ്ട് കൊടുക്കുകയാണ്. മെനു എടുത്തിട്ട് നമ്മുടെ നിഷയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, മോൾക്ക് ഇഷ്ടമുള്ള എല്ലാം മോള് ഓർഡർ ചെയ്തോളൂ എന്ന് പറയണം. അപ്പം നിഷ പറയണം, അയ്യോ റോണിയേട്ടാ, ഞാനിവിടെ വന്നെന്നും പറഞ്ഞ് റോണിയേട്ടൻ്റെ കൂടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നെന്നും പറഞ്ഞ് എനിക്കിവിടെയുള്ള എല്ലാം ഒന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും ഒരു ഇത്തിരി പോലും മതി, ഒരു ജ്യൂസായാലും മതി, എനിക്ക് ഇത്തിരി സമയമുണ്ടെങ്കിൽ അത് റോണിയേട്ടൻ്റെ കൂടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കൂടെ വന്നത്, അല്ലാതെ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരുപാട് കഴിക്കാനൊന്നും താല്പര്യമില്ല എന്ന് പറയണം. അപ്പോൾ റോണി പറയണം, എന്നാലും അങ്ങനെ അല്ലല്ലോ മോള് കഴിക്ക്, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ കിരണും കല്യാണിയും കൂടി ആ ഒരു വാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരികയാണ്. നമ്മുടെ കിരണും കല്യാണിയും നേരെ നമ്മുടെ മനോഹറിനെ കാണുകയാണ്. മനോഹർ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് കിരണിനെയും കല്യാണിയും കാണുകയാണ്. അങ്ങനെ അവർ പരസ്പരം കാണുകയാണ്. അപ്പം തന്നെ മനോഹർ, പെട്ടു, ഈ കാലന് വരാൻ കണ്ട സമയം, ഇതെവിടെ പോയാലും ഈ ഗ്രഹപ്പിഴ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയില്ലെങ്കിൽ ഇപ്പോൾ എല്ലാം തകരുമല്ലോ. ഉടനെ തന്നെ നിഷയോട് പറയണ, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മോൾ ഓർഡർ ചെയ്യും, ഞാൻ ദേ വരുന്നു, എനിക്ക് ഒന്ന് പെട്ടെന്ന് പോയിട്ട് ഞാൻ ദേ ഇപ്പം വരുന്നു എന്നിങ്ങനെ പറയണം. അപ്പം നിഷ പറയണ, അതെന്താ റോണിയേട്ടൻ വന്നപ്പോൾ ടോയ്ലറ്റിൽ കയറിയിട്ടല്ലേ വന്നത്, പിന്നെന്താ ഇപ്പോൾ? അതെനിക്ക് ചില സമയത്ത് അങ്ങനെയാണ്, എനിക്ക് ചില സമയത്തെ എപ്പോഴും അങ്ങനെ പോകാൻ തോന്നും, ഞാൻ പെട്ടെന്ന് വരാം പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ എസ്കേപ്പ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കിരൺ വന്നിട്ട് കല്യാണിയുടെ അടുത്ത് പറയണം, കല്യാണി അവൻ മുങ്ങി, ഒരു കാര്യം ചെയ്യാം, കല്യാണി ഇവിടെ ഇരിക്കുക, അതായത് മേഘന ഓപ്പോസിറ്റ് അല്ല, കുറച്ച് സൈഡ് ഭാഗത്തായിട്ട് സീറ്റിൽ കല്യാണിയോട് പറയണം, ഇവിടെ ഇരിക്കുക, എന്നിട്ടേ ഞാൻ ദേ ഇപ്പോൾ വരാം, അവനെ കൈയോടെ പൊക്കിക്കൊണ്ടുവരാം, അവൻ മിക്കവാറും ഏതെങ്കിലും ടോയ്ലറ്റിൽ കയറി ഒളിച്ച് കാണും എന്ന് പറയാണ്.
അതേസമയം കിരൺ പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ മനോഹർ വന്നിട്ട് ഒരു ടോയ്ലറ്റിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ട് മാറി ഇങ്ങനെയൊക്കെയാണ് ഡോറിൻ്റെ അവിടെ. ഈശ്വരാ, അവൻ പോയോ എന്തോ, ഇങ്ങേർക്ക് വേറെ എങ്ങും വരാൻ കിട്ടിയില്ലേ. എൻ്റെ കഷ്ടകാലത്തിന് ഇതേ ഈ റെസ്റ്റോറൻറ്റ് ഇത് ഒഴിഞ്ഞ ഒരു കോണിലായോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അയാൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. ശേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ നിഷയുടെ മുന്നിൽ വെച്ച് എന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം കുളമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ നിന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെല്ലെ വാതിൽ തുറന്നിട്ട് എന്താണ് ടോയ്ലറ്റിൻ്റെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ എലി മാളത്തീന്ന് ഇങ്ങനെ തലയിട്ട് നോക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ കിരണിനെ കാണുകയാണ്. അപ്പോൾ കിരൺ പറയണം, വാടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനോഹർ എന്ത് ചെയ്യുന്നു, മനോഹർ അങ്ങോട്ട് ഇറങ്ങിയിട്ട് സാറായിരുന്നോ? ആ അതേടാ, വേറെ ആരെങ്കിലും ആണെന്ന് നിനക്ക് തോന്നിയോ? അങ്ങനൊന്നുമല്ല. നീ എന്താടാ ഇവിടെ? അത് ഞാൻ വെറുതെ. നീ വെറുതെ വന്നോ? ഏതാടാ അവിടെ ഇരിക്കുന്ന പെണ്ണ്? അതോ, അത് പിന്നെ എടാ, അത് മേഘനയുടെ അനിയത്തിയല്ലേ? അതെ അതെ, അത് തന്നെ. എടാ, നീയാണോ അവിടെ മേഘനയുടെ ഭർത്താവ്? അത് പിന്നെ അതെ. അപ്പോൾ ഉടനെ കിരൺ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ആണോടാ? അത് എൻ്റെ കയ്യിൽ തെറ്റൊന്നുമല്ല. ഞാൻ അവളുടെ പിന്നാലെ പോയതേ അല്ല, അവളാണ് എൻ്റെ പിന്നാലെ വന്നത്. പിന്നെ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല എന്ന് പറയണം. അപ്പോൾ ഉടനെ കിരൺ പറയണം, എടാ വൃത്തികെട്ടവനെ, നിന്നോട് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പാവപ്പെട്ട പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് അവരെ ശല്യപ്പെടുത്തരുത്, അവരുടെ ജീവിതം തകർക്കരുതെന്ന് ഞാൻ പലവട്ടം നിനക്ക് വാണിംഗ് തന്നതല്ലേ. എന്നിട്ട് എന്താണ് നീ അത് മൈൻഡ് ചെയ്യാഞ്ഞത്? അത് പിന്നെ ഞാനായിട്ടല്ല, അവളായിട്ട് ആലോചന ഇട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ അവരുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നേ ഉള്ളൂ. എടാ, നിന്നെ ഉണ്ടല്ലോ കൊല്ലയാണ് വേണ്ടത് നിന്നെ. പക്ഷേ എന്നിട്ടിപ്പോൾ ഞാനൊന്നും ചെയ്യാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? നീ ഒരു വലിയ തെറ്റാണ് ചെയ്തതെങ്കിലും നീ ആ തെറ്റ് ചെയ്തതേ ഒരു അഹങ്കാരിയായ ഒരു പെണ്ണിനെയാണ്. അതായത് സരയൂന് തുല്യമായിട്ടുള്ള ഒരു തീരെടുത്താണ് നീ ഇപ്പോൾ ഈ ഒരു വേല കാണിച്ചിരിക്കുന്നത്. അവളുണ്ടല്ലോ, അവളുടെ ചേച്ചിയായിട്ടുള്ള മേഘനയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ളവളാണ്. അതുകൊണ്ടേ അവൾ ഇത്തിരി ഒന്ന് അനുഭവിച്ചോട്ടെ. അതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യത്തിലേ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മനോഹർ പറയണ, ചിരിച്ചോണ്ട് നിൽക്കുക കേട്ടോ മനോഹർ. എന്നിട്ട് പറയണ, അയ്യോ സാറേ, അത് പിന്നെ ഞാൻ മനഃപൂർവ്വമൊന്നുമല്ല, ഉപകാരം, വലിയ ഉപകാരം സാറേ എന്ന് പറഞ്ഞ് തൊഴുമ്പോഴത്തേക്ക് നീ എന്നെ തൊഴുന്നാടാന്ന് പറഞ്ഞു ഒറ്റടി ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഉടനെ മനോഹറിൻ്റെ മുഖം ഇങ്ങനെ ആയി പോവുകയാണ്. അടി കൊള്ളുമ്പോഴത്തേക്ക് ഉടനെ തന്നെ കിരൺ പറയണം, അവൻ്റെ ഒരു തൊഴുവക്കം. അപ്പോഴത്തേക്ക് ഉടനെ വീണ്ടും മനോഹർ തൊഴുമ്പോൾ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്നിടത്ത് തന്നെ ഇങ്ങനെ ഒറ്റൊരടിയും കൊടുക്കുകയാണ്. എന്നിട്ട് കിരൺ പറയണം, അടിച്ച് നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? എടാ, നീ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുക അല്ലേടാ എന്നിങ്ങനെ പറയണം. എന്നിട്ട് മനോഹറിൻ്റെ അടുത്ത് കിരൺ പറയണേ, ഇപ്പോൾ ഞാനിത് ആരോടും ചെന്ന് പറയാത്തത് എന്താണെന്നറിയാമോ? ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നേരെ അവളുടെ അടുത്ത് നിന്നിട്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ അവൾ രക്ഷപ്പെടും. അവൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടണ്ട. അവൾ ഇത്തിരി അനുഭവിക്കട്ടെ. നിന്നെപ്പോലുള്ളൊരു മുതലിൻ്റെ കൂടെ താമസിച്ച് അവൾ കുറച്ച് പഠിക്കട്ടെടാ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്നും ഇപ്പം ഇത് വട്ടം പൊട്ടിക്കുന്നില്ല എന്ന് പറയണം. അതിനുശേഷം കിരൺ പറയാണ്, എടാ അല്ല, എന്നിട്ട് കിരൺ പറയണ, ശരി എന്ന് പറഞ്ഞിട്ട് കിരൺ പോവാനായിട്ട് നടക്കുകയാണ്. എന്നിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് കിരൺ ചോദിക്കുകയാണ്, അല്ലടാ, നിൻ്റെ അമ്മാവനില്ലേ ബഹാസുരൻ, അയാൾ നീ കൂടെയാണല്ലോ പോയെന്നറിഞ്ഞത്. അപ്പോൾ അങ്ങേരെങ്ങോട്ടാണ് പോയത്? അപ്പം അതെനിക്കൊപ്പം ഉണ്ടായിരുന്നു. അല്ല, കല്യാണി പറഞ്ഞായിരുന്നു കല്യാണ സ്ഥലത്ത് അയാൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അയാൾ എന്നിട്ട് സരയുവിനോട് ഇതൊന്നും ചെന്ന് പറഞ്ഞില്ലേ? അത് അയാൾ എൻ്റെ കൂടെ വന്നതാണ്. അയാൾ നീ എന്തിരുന്നും പറഞ്ഞാടാ അവിടെ കൊണ്ടുപോയത്? അത് പിന്നെ ഈ പെണ്ണില്ലേ, നിഷയുടെ അച്ഛനും അങ്ങേരും കൂട്ടുകാരനാണ്. പിന്നെ ഈ രാഹുലിനെ എൻ്റെ ഒരു പരിചയക്കാരനാണെന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുപോയത്. നീ കൊള്ളാലോടാ, നീ ആൾ കൊള്ളാലോ. എന്തായാലും ഉണ്ടല്ലോ, അയാൾക്ക് പറ്റിയ മുതൽ തന്നെയാ നീയും ക്രിമിനലാണ്. നിൻ്റെ അമ്മാവനെന്ന് പറയുന്ന അയാളില്ലേ, എൻ്റെ അങ്കിള്, അയാൾ അതിനപ്പുറം ക്രിമിനലാണ്. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചേരും. പിന്നെ ഒരു കാര്യം, ഇനി ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളെ പിന്നാലെ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ, എടാ നിന്നെ എനിക്ക് നന്നായിട്ടറിയാം, നീ മേഘനയുടെ പിന്നാലെയും കുറേ നടന്നതല്ലേ.
തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ, എന്തായാലും ഇപ്പം ഞാനിതാരോടും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ അങ്ങ് പോവുകയാണ്. നേരെ കല്യാണിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം നമ്മുടെ നിഷയാണെങ്കിൽ മെനു ഒക്കെ ഇങ്ങനെ നോക്കി എന്തോ എനിക്ക് തോന്നുന്നു കാണാപ്പാടമൊക്കെ പഠിക്കുകയാണെന്ന് തോന്നുന്നു. അതും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിരൺ വന്നിട്ട് കല്യാണിയുടെ അടുത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. കല്യാണി ചോദിക്കണേ എന്തായി കിരണേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കിരൺ പറയണേ, എൻ്റെ കല്യാണി അവനെ ഞാൻ കൈയോടെ പിടിച്ചു, 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്തു എന്ന് പറയണ. അപ്പോൾ കല്യാണി പറയണ, അത് വേണം കിരണേട്ടാ, അത് വേണം. പക്ഷേ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. കാര്യമുണ്ടല്ലോ, ആ മേഘനയെ ഉണ്ടല്ലോ ഇവൾ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അവൾക്ക് പറ്റിയ മുതലിനെ തന്നെ അവൾക്ക് കിട്ടിയത്. പക്ഷേ എന്നാലും ഒരു പെണ്ണിൻ്റെ ജീവിതമില്ലേന്ന് ഓർക്കുമ്പോഴുള്ള വേണ്ട കല്യാണി, ഇവളുടെ കാര്യത്തിലുണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയും വേണ്ട. കാരണം അതൊന്നും ഇവൾ അർഹിക്കുന്നില്ല. എന്തുമാത്രം അവളെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ആ മേഘനെ. ഇത്തിരി പാട് പഠിക്കട്ടെ, അതുകൊണ്ട് തന്നെ ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഉടനെ കല്യാണി പറഞ്ഞു, അല്ല നിഷയോട് ഇപ്പം ചെന്ന് നമുക്ക് കാര്യമൊക്കെ പറയണ്ടേ? അപ്പം കിരൺ പറയണ, വേണ്ട കല്യാണി, ഒന്നും പറയണ്ട. അവൾ കുറേ നാൾ കൊണ്ടുകിടന്ന് അവനെ അനുഭവിക്കട്ടെ, പഠിക്കട്ടെ പാഠം. അതിനുശേഷം അവസാനം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കണ്ട. പിന്നെ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും അവളുടെ അടുത്തേക്കൊന്ന് ചെല്ലണ്ടേ കിരണേട്ടാ? അത് വേണം, അത് ചെല്ലണം എന്നിങ്ങനെ പറയണം കിരണ്. അതേ സമയത്ത് നമ്മുടെ മനോഹറാണെങ്കിൽ ഇതേ വാഷ്റൂമിൻ്റെ അവിടെ നിന്ന് മാറുന്നില്ല. ആ വാഷ്റൂമിൻ്റെ ഡോറ് പുള്ളിക്കാരെ ഇളക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ് തോന്നുന്നത്. കാരണം അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ അവിടുത്തെ ഒരു സപ്ലയർ വന്നിട്ട് ചോദിക്കുകയാണ്, സാർ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? സാറിൻ്റെ ഭാര്യയല്ലേ അവിടെ നിൽക്കുന്നത്? അതെ, അത് പിന്നെ എൻ്റെ വയറിന് നല്ല വേദന കേട്ടോ, എനിക്ക് നല്ല വയറുവേദന, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അല്ല പിന്നെ ഇവിടുന്ന് ബാക്ക് വഴി പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്ഥലം വല്ലതും ഉണ്ടോ? എന്താ അല്ല ഇവിടുന്ന് ബാക്ക് വഴി പുറത്തേക്ക് പോകാൻ വല്ല വാതിലോ വല്ലതും ഉണ്ടോ? ഉണ്ട്. എന്താ സാറേ? എന്തിനാ ചോദിച്ചത്? ഓടിപ്പോവാൻ. ഓടിപ്പോവാനോ? അതല്ല, അങ്ങനെ ഓടിപ്പോവാനല്ല, എനിക്കേ വയറ്റിനൊക്കെ നല്ല വേദനയുണ്ടേ. അപ്പോൾ ഈ ടോയ്ലറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടേ നേരെ ഈ മുൻവശത്തുകൂടി പോകുമ്പോഴേ എനിക്കെന്തോ നാണക്കേട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മുൻവശത്ത് ഇരിക്കുന്നുണ്ടെങ്കിലേ പുറകു വശത്തൂടെ പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ. അപ്പോൾ പറയണേ, ശരി സാറിൻ്റെ ഭാര്യ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ അവിടെ വാഷ്റൂമിൽ തന്നെ ഇങ്ങനെ എൻ്റെ മുന്നിൽ തന്നെ ഡോറിൽ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മനോഹർ എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെ എന്തായാലും എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഈ മനോഹറിനെ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകിച്ച് മറക്കുകയൊന്നും ചെയ്യരുത്. അതുപോലെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും bye.